ശ്രീ KN ബാലഗോപാൽ, ബഹുമാനപ്പെട്ട ഇരവിപുരം MLA M. നൌഷാദ്, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ VC, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആദ്യം തന്നെ 5 വർഷം തികയുന്ന ഈ ദിവസം അത് ഇത്രയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയതിന് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഫാക്കൽറ്റിയും സ്റ്റാഫിനെയും ഞാൻ അനുമോദിക്കുന്നു. ഇത് വളരെ വിപ്ലവകരമായ ഒരു ചിന്തയും സാക്ഷാത്കാരവുമാണ്. അത് നമുക്ക് തന്നെ അറിയാം. എൻ്റെ തലമുറ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു തലമുറയാണ്. ഒരുപാട് മാറ്റങ്ങൾ കാണുവാനുള്ള ഭാഗ്യം, നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കണ്ടു വളരുവാനും ജീവിക്കുവാനുമുള്ള ഒരു ഭാഗ്യം ലഭിച്ച തലമുറയാണ്. ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ പഠിത്തം നിന്നുപോയ പല കാരണങ്ങൾ കൊണ്ട്, അതാണ് വിപ്ലവകരമായ മാറ്റം എന്ന് ഞാൻ പറഞ്ഞത്, പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് ഓർമ്മയുണ്ട്. ചില സ്കൂളുകളിലും കോളേജുകൾ തന്നെയും ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിൽ ആള് കുറയും പല സന്ദർഭങ്ങളിലും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ആ കാലഘട്ടത്തിന്റെ ഏറ്റവും ദയനീയമായ ഒരു ചിത്രമാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാത്ത ചില ആൾക്കാര് വരില്ല. അതും എൻ്റെ തലമുറ കണ്ടു. പിന്നെ എന്തിനു വേണ്ടി പഠിക്കുന്നു, അതിന് കാശൊരു പ്രശ്നമല്ല. പ്രത്യേകിച്ചും സ്ത്രീകൾ, പെൺകുട്ടികൾ, നമ്മൾ പഴയ സിനിമയും നാടകമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഴച്ചു നിൽക്കുന്ന ഒരു ഡയലോഗുണ്ട്. ഇപ്പോഴത് പാടെ മാറ്റപ്പെട്ട ഒരു ഡയലോഗ്. ആ ഡയലോഗ്, അങ്ങനെ ഇയാൾ പഠിച്ചിട്ട്, നീ പഠിച്ചിട്ട് ആ ശമ്പളം കൊണ്ട് ഈ കുടുംബം ജീവിക്കേണ്ട ആവശ്യമില്ല, അതിനുവേണ്ടിയുള്ള അധപ്പതനമൊന്നും ഇവിടില്ല, 4 തലമുറയ്ക്കുള്ളതുണ്ട് എന്ന് പറയുന്ന കാരണവരും പഠിക്കുന്ന പെൺകുട്ടികൾ തന്നെ ഇത് കേട്ട് മനസ്സിൽ ഒരു വല്ലാത്ത നിരാശ വരികയാണ്. ഞാൻ എന്തിനായി പഠിക്കുന്നത്? ഏതോ ഒരുത്തന്റെ വീട്ടിൽ ജോലി, അടുക്കളപ്പണി ചെയ്ത് കുട്ടികളെ വളർത്തേണ്ട ഞാൻ എന്ന് പറയുന്ന ഒരു സംസ്കാരം നമ്മൾ ലജ്ജയോടെ തന്നെ ഓർക്കണം ഉണ്ടായിരുന്നു. അവിടുന്നൊക്കെ ഉള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും മലയാളികളെ, കേരളത്തെ വിദ്യാഭ്യാസപരമായ ഒരു മുന്നേറ്റത്തിൽ നിന്നും ഒരിക്കലും ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള വലിയ ഒരു ഉത്തരമാണ് ഈ ഗുരുദേവന്റെ, പ്രത്യേകിച്ചും ഗുരുദേവന്റെ പേരിലുള്ള ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറയാം. ഞാനൊരു 2 സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. അത് 2ാമത്തെ സിനിമ തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. വലിയ സൂപ്പർ ഹിറ്റായിരുന്നു. പല കാരണങ്ങളുണ്ടായെങ്കിലും എന്തുകൊണ്ടാണ് ഏറ്റവും സൂപ്പർ ഹിറ്റ് ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ അനലൈസ് ചെയ്ത് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ, നായിക ഒരു മുസ്ലിം കുട്ടിയാണ്, ഒരു ഹിന്ദുവിനെ പ്രണയിക്കുന്നു, മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയാണ്. നായിക പേടിച്ച് വിറച്ച്, എന്നാൽ വലിയൊരു തീരുമാനം എടുത്തുകൊണ്ട് സ്വന്തം വാപ്പയോട് പറയുകയാണ്. വാപ്പയായിട്ട് അഭിനയിച്ചത് ശ്രീനിവാസനാണ്. ഞാനൊരു ഹിന്ദു പയ്യനെ സ്നേഹിക്കുന്നു, വാപ്പ എതിര് നിൽക്കരുത് എന്ന് പറയുമ്പോൾ പൊട്ടിത്തെറിച്ച് എതിർക്കുമെന്ന് പ്രതീക്ഷിച്ച നായിക, വാപ്പ ഒരു മൗനത്തിന് ശേഷം പറയുന്നു, നിന്റെ അമ്മയെ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ അവൾ എന്നോട് ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, എനിക്ക് കൂടുതൽ പഠിക്കണം, ഞാൻ പാട്ട് ഇഷ്ടപ്പെടുന്നതാണ്, എനിക്ക് പാട്ട് പാടണം, അതിന് നിങ്ങൾ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. പക്ഷേ കുറ്റബോധത്തോടെ ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി നിന്നോട് പറയുകയാണ്. പഠിത്തം പോയിട്ട് ഒരു മൂളിപ്പാട്ട് പാടുവാൻ പോലും ഈ വീട്ടിൽ അവൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. അതിന് ഞാൻ പ്രോത്സാഹിപ്പിച്ചുമില്ല. എൻ്റെ മകൾ അങ്ങനെ ആകരുത്, നീ ഒരു ചിത്രശലഭത്തെ പോലെ പാറിപ്പറന്നു നടക്കണം, നിന്റെ ആഗ്രഹങ്ങളും നീ എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ പഠിക്കണമെന്നും ഏതൊക്കെ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലേക്ക് മുന്നേറണമെന്നും നീ തീരുമാനിക്കണം. അത് തന്നെയായിരുന്നു തട്ടത്തിൻ മറയത്തിന്റെ സൂപ്പർ ഹിറ്റ് ആകാനുള്ള പ്രധാന ഡയലോഗ്. അത് മലയാളിയുടെ മനസ്സാണ്, മലയാളികൾ തിരിച്ചറിഞ്ഞ ഒരു ഡയലോഗാണ്. അപ്പോൾ അതാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട പഠിത്തം നിന്നുപോയവര്. എത്രയോ പേര്
അതൊക്കെ ഒരു കാലം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന ഒരു സമൂഹം, ഒരു തലമുറ വീണ്ടും വരികയാണ്. ഇവിടെ വീഡിയോ കണ്ടു, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ മത്സരത്തിൽ അല്ലെങ്കിൽ കലോത്സവത്തിൽ വളരെ പ്രായം ചെന്ന ആൾക്കാർ പങ്കെടുക്കുന്നു, സമ്മാനങ്ങൾ നേടുന്നു. നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊക്കെ അയവിറക്കിക്കൊണ്ടു പോകുന്ന ഒരു പഴയ തലമുറ. ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും പറ്റിയില്ല, ഇനിയിപ്പോ പറ്റത്തില്ലല്ലോ. പറ്റും എന്നുള്ള വലിയ ഉത്തരമാണ്. ഏത് പ്രായത്തിലും എന്തും പഠിക്കുവാനുള്ള ഒരു സുവർണാവസരം. ഒരു ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഉപസംഹരിക്കാം. ഇവിടെ പല സന്ദർഭങ്ങളിലും കഴിഞ്ഞ 9 കൊല്ലമായിട്ട് നിയമസഭയിൽ ഈ യൂണിവേഴ്സിറ്റിക്കെതിരെ ആഞ്ഞു വീശിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളെയൊക്കെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതെല്ലാം നമ്മൾ പിറ്റേ ദിവസത്തെ പല പത്രത്തിലൂടെ വായിക്കും. എന്നാൽ അതിന് മറുപടി പറഞ്ഞത് ആരും വായിക്കില്ല, അത് പലതും അടിച്ചു വന്നിട്ടുമില്ല. എന്നാൽ അന്നും ഇച്ഛാശക്തിയോടെ അതിന് മറുപടി പറഞ്ഞ ഒരു ഗവൺമെന്റും മുഖ്യമന്ത്രിയും നമുക്കുണ്ട്. അതിൻ്റെയും കൂടെ ഒരു ഉത്തരമാണ് ഇന്ന് 5ാം വാർഷികത്തിൽ 31 പുതിയ കോഴ്സുകൾ കൂടി ഉൾപ്പെടുത്തി നമ്മൾ ഇതിന്റെ ജൈത്രയാത്ര ശക്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ തുടർച്ച വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.